നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ആരെങ്കിലും ചെയ്തു വെച്ചാൽ അതിന് പ്രതികരിക്കാൻ സാധ്യമായ വഴികൾ നമ്മുടെ മുമ്പിലേക്ക് വന്നെത്തുമ്പോൾ പ്രതികരിക്കാൻ വീൽ ചെയറിലിരിക്കുന്ന ഒരാൾ ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നാൽ എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്ന പോലെ അതല്ല. നമുക്ക് പ്രതികാരമെടുക്കാൻ കഴിയും, ഏത് രീതിയിലും അപമാനിക്കാൻ കഴിയും, തന്നെ അപമാനിച്ചവനെ മാനം കെടുത്താൻ കഴിയുമെന്നിരിക്കെ തനിക്ക് സാമ്പത്തികമായി നഷ്ടം വരുത്തിയവൻ, മാനഹാനി നടത്തിവെച്ചവൻ, ഇവരെയൊക്കെ പ്രതികാരമെടുക്കാൻ കഴിയുമെന്നിരിക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും സൂറത്തുൽ മുഅ്മിനൂനിലെ 96-ാമത്തെ ആയത്ത് അള്ളാഹു എന്നോട് പറയുന്ന നിർദ്ദേശമാണ്, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനുസ് സയ്യിഅ നഹ്നു അഅലമു ബിമാ യസിഫൂൻ. ഒരു തിന്മയെയും തിന്മ കൊണ്ട് നേരിടല്ലേ, തിന്മയെ നന്മ കൊണ്ട് നേരിടൂ എന്ന് അള്ളാഹു എന്നോട് പറയുന്നു. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ലെന്ന് മാത്രമല്ല, അയാൾക്ക് എത്രയും കൂടുതൽ അങ്ങോട്ട് നന്മ ചെയ്തു കൊടുക്കാൻ ഞാൻ പരിശ്രമിക്കട്ടെ. ഇങ്ങനെയാ മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കുക. നമ്മളൊരു ഹദീസ് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. തങ്ങൾ പറഞ്ഞു, യാ അബൂ ഹുറൈറ അലൈക ബിഹുസ്നിൽ ഖുലുഖ്. അബൂ ഹുറൈറ, നിങ്ങൾക്ക് സൽസ്വഭാവം ഉണ്ടാകണം. സൽസ്വഭാവം ഉണ്ടല്ലോ, പിന്നെന്തേ തങ്ങൾ ഈ സൽസ്വഭാവം ഉണ്ടാകണം എന്ന് പറഞ്ഞത്? അപ്പൊ അതിന്റെ അർത്ഥം മറ്റെന്തോ ആണെന്ന് മഹാനായ സുഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖ് യാ റസൂലല്ലാഹ്, എന്താ നബിയെ ഈ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങ് ഉദ്ദേശിച്ചത് എന്താണ്? ഖാല, ഹബീബായ തങ്ങൾ പറഞ്ഞു, തസ്വിലു മൻ ഖതഅക വതുഅതി മൻ ഹറമക വതഅഫു അമ്മൻ ളലമക. 3 വിഷയങ്ങളാണ് പറഞ്ഞത്. നമ്മുടെയൊക്കെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് നമ്മളൊന്ന് ഒരു സെൽഫ് അസസ്മെന്റ്, നമ്മിലേക്ക് ഒരു ഇൻട്രോസ്പെക്ഷൻ, നമ്മളുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് നോക്കുക. അതിന് ഈ ഹദീസ് വളരെ സഹായിക്കും. എന്താണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യനെ കാണുമ്പോൾ ചിരിക്കുന്നത് കൂലിയാണ്, അല്ലെ? പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്. 5 കാശ് ചെലവില്ലാതെ സ്വതക്ക ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ ദീന ശരീഅത്തുൽ ഇസ്ലാം. ഒരു ആളോട് ചിരിച്ചാൽ കൂലിയാണ്. പടച്ചവനെ, സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മുടെ ശരിയായ സ്വഭാവം എങ്ങനെ, എവിടെ, എപ്പോൾ? തസ്വിലു മൻ ഖതഅക. അബൂ ഹുറൈറ, നിങ്ങളോട് ബന്ധം വിച്ഛേദിച്ച ആളോട് നിങ്ങൾ ബന്ധം ചേർക്കുക. ഇങ്ങോട്ട് മിണ്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും മിണ്ടൂല. ഇത് പറയാനിപ്പോ വലിയ മനുഷ്യനായി ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തസ്വിലു മൻ ഖതഅക. നമ്മൾ അള്ളാഹുവിന്റെ ഖലീഫയാകാൻ വന്നവരാ. അള്ളാഹു തആല പറയുന്ന സ്വഭാവങ്ങൾ നമ്മിലേക്ക് ഉണ്ടാകാനാണ്, അല്ലേ? തസ്വിലു മൻ, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവനോട് നീ അങ്ങോട്ട് ചെന്ന് മിണ്ട്. പടച്ചവനെ, എത്രയോ ആളുകൾ പിണങ്ങിക്കഴിയുന്ന കുടുംബങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, ബിസിനസ്സിൽ ഷെയർ കൂടി തുടങ്ങിയവർ, ആജന്മ ശത്രുക്കളായി മാറിയവർ എത്ര കാണും സമൂഹത്തിൽ? എത്ര ഉണ്ട്? കൂറായിട്ട് ജോയിന്റ് ബിസിനസ് തുടങ്ങിയവരൊക്കെ പിന്നെ തെറ്റിപ്പിരിഞ്ഞ കഥകളാണ് അധികവും കണ്ടിട്ടുള്ളത്. ശത്രുക്കളെ പിന്നെ മിണ്ടുന്നില്ല, ജീവിതകാലം മുഴുവൻ എന്തോ ചെറിയ പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാതെ. ലാ യഹില്ലു ലിമുസ്ലിമിൻ, ഒരു മുസ്ലിമായ പുരുഷനോ പെണ്ണിനോ ഹലാലല്ല അൻ യഹ്ജുറ അഖാഹുൽ മുസ്ലിം, തന്റെ മുസ്ലിമായ സഹോദരനെ, ഒരു പെണ്ണിന് തന്റെ മുസ്ലിമത്തായ സഹോദരിയോട് ഫൗക 3 അയ്യാം, 3 ദിവസത്തിലേറെ സമയം മിണ്ടാതെ കഴിയാൻ ഒരു മുസ്ലിമിനോ മുസ്ലിമത്തിനോ അല്ലാഹു ഹലാലാക്കിയിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ സാധാ ആളുകൾ. പിന്നെ നോക്കണം ഭാര്യ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, രക്തബന്ധമുള്ള കുടുംബക്കാർ, മഹ്റമുകൾ, ഇവരോടൊക്കെ ഉള്ള ബന്ധം പിന്നെ എങ്ങനെയാ? സാധാരണയുള്ള ബന്ധു, സാധാരണയുള്ള സുഹൃത്ത്, അവരോട് 3 ദിവസത്തിലേറെ പറ്റില്ല. പിന്നെ മറ്റവരോട് ബിൽ ഔല എന്തായാലും പറ്റില്ല. സുബ്ഹാനല്ലാഹ്. തങ്ങൾ പറഞ്ഞു, ഫതൂബാ ലഹു ഖൈറുക്കും മൻ യബ്ദഉ ബിസ്സലാം, ഇവരിൽ ഏറ്റവും നല്ലവൻ ആരാണോ ആദ്യം അങ്ങോട്ട് ചെന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം ചൊല്ലി ബന്ധം ചേർക്കുന്നത്, അവനാണ് ഏറ്റവും നല്ല നന്മ ചെയ്തവൻ. തൂബാ ലഹു, തൂബാ ലഹു, തൂബാ ലഹു. ആ ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ അല്ലാഹു തആല ആയിരക്കണക്കിന് റഹ്മത്തുകൾ വരെ അയാൾക്ക് നൽകാൻ ഇത് കാരണമാണ്. തൂബാ എന്ന് 3 പ്രാവശ്യം തങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. ഒരു മെസ്സേജ് വിട്ടാൽ മതിയാവും ചിലപ്പോ.
വിഷയം അത്രേ ഉണ്ടാവുള്ളൂ. കുറെ കാലമായിട്ട് മിണ്ടാത്ത ആളാണ്, ഒരു SMS പ്രശ്നം ഉണ്ടാവുള്ളൂ. സുഹൃത്തെ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തിനാ നമ്മൾ മിണ്ടാതെ നടക്കണത്? മരിച്ചു പോണ്ടേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്, അത്രേ വരുള്ളൂ. ഒന്ന് ചെന്ന് സംസാരിക്കേണ്ട വിഷയം ഉണ്ടാവുള്ളൂ. പക്ഷേ അത് വൈകിപ്പിച്ച് വാശിക്ക് വാശിയായിട്ട് വീറും വാശിയുമായിട്ട് എങ്ങോട്ടാണ് ഈ പോക്ക്? അല്ലാഹു തആലയുടെ ആഹ്വാനം, ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സനുസ് സയ്യിഅ. ഒരാൾ നിങ്ങളോട് തിന്മ ചെയ്തു, അതാണല്ലോ ബന്ധം വിച്ഛേദിച്ച്. എത്രയോ കാലം മനുഷ്യന് ഉപകാരം ചെയ്ത ഒരു മനുഷ്യൻ ഒരു ചെറിയ തിന്മ ചെയ്ത മനുഷ്യൻ പിണങ്ങുന്നില്ലേ? ചിന്തിക്കുന്നുണ്ടോ? ആ ഒരു നന്മയുടെയും തിന്മയുടെയും പ്രപ്പോർഷൻ ആലോചിക്കേണ്ട. എത്ര നന്മ ഇയാൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്, എത്ര തിന്മയെ ഇയാളിലുള്ളൂ, അത് എനിക്ക് മാപ്പാക്കി കൊടുത്തുകൂടെ? അങ്ങനെ ചിന്തിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? കുടുംബ പ്രശ്നം പിന്നെ ഉണ്ടോ? മാതാപിതാക്കളും മക്കളും തമ്മിൽ പിന്നെ പ്രശ്നത്തിന്റെ ആവശ്യമുണ്ടോ? സുഹൃത്തുക്കൾ പിണങ്ങേണ്ട കാര്യമുണ്ടോ? അബൂ ഹുറൈറ, തസ്ലുമൻ ഖതഅക്, ആര് അങ്ങയോട് ബന്ധം വിച്ഛേദിക്കുന്നുണ്ടോ അവരോട് അങ്ങ് ചെന്ന് ബന്ധം പുലർത്തുക. ഈ ആയത്തിന്റെ വിശദീകരണത്തിന് മുഫസ്സിരീങ്ങൾ ഹദീസ് ഉദ്ധരിക്കുന്നു. നിങ്ങൾക്ക് ആര് വല്ലതും നിഷേധിച്ചിട്ടുണ്ടോ അവർക്ക് നിങ്ങൾ കൊടുക്കുക. കല്യാണം നടന്നു, നാട്ടുകാരെ മുഴുവൻ വിളിച്ചു, നിങ്ങൾ സ്വന്തം അയൽവാസിയാ, നിങ്ങളെ വിളിച്ചില്ല. വിളിക്കാൻ മറന്നു പോകുന്ന കേസുകൾ ഉണ്ടാവും. ചിലർ അത് വലിയ സംഭവമാക്കി എടുക്കും. കല്യാണത്തിനൊക്കെ വിളിക്കുമ്പോൾ ഉമ്മയും വാപ്പയും രാവും പകലും ഇരുന്ന് ലിസ്റ്റ് ഇട്ടിട്ട് പേരെഴുതിയിട്ട് ഇത്ര ആള് കല്യാണത്തിന് വരുന്നു, ഇത്ര ആളെ വിളിക്കടേ. എങ്ങനെ വന്നാലും 4-5 ആള് മിസ്സായി പോവുകയില്ല. നിങ്ങൾ ഇന്നെ മറന്നില്ലേ, നിങ്ങൾ മറന്നില്ലേ, അത്ര ഉള്ളൂ അല്ലേ എന്ന് പറഞ്ഞ ആള് പിന്നെ തെറ്റി. പടച്ചോനെ, തുഅ്തി മൻ ഹറമക്, അതിനെപ്പറ്റിയല്ല ഈ പറയുന്നത്. അത് ആരെയാണ് ആ മിസ്സായി പോയത് അയാൾ മനസ്സിലാക്കേണ്ടതാണ്. സ്വാഭാവികമാണ്, നമുക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ആ ബേജാറിൽ ചിലപ്പോൾ വിട്ടു. വളരെ അടുത്ത ആളായിരിക്കും, എന്താ ചെയ്യുക, ഓർമ്മ ഉണ്ടായില്ല, നിസ്യാൻ. മനഃപൂർവ്വം വിളിക്കാതിരുന്നാൽ, മുമ്പിലൂടെ എപ്പോഴും പോകുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയും ചെയ്യും, എന്നിട്ടും മിണ്ടില്ല. ചിലർക്ക് ഇൻവിറ്റേഷൻ ഒരു ഫോർമലായില്ല എന്നല്ല പ്രശ്നമാണ്. ഒരു ഫോർമൽ അങ്ങാടി കണ്ടപ്പോൾ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഒരു ഫോണല്ലേ ചെയ്തിട്ടുള്ളൂ. അത്രയൊക്കെ മതി സുഹൃത്തുക്കളെ, അത്രയൊക്കെ മതി മുഅ്മിനീങ്ങളെ. എന്താണ് നമുക്കൊരു വിട്ടുവീഴ്ചക്ക്, ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു കോംപ്രമൈസിനൊക്കെ തയ്യാറായിക്കൂടെ? അതൊരു പ്രശ്നമാക്കി എടുക്കുന്നു, പോട്ടെ, അവരത് എന്തായാലും ചെയ്തുകൂടാ. ഈ പറഞ്ഞത് അതല്ല, മനഃപൂർവ്വം നിങ്ങളെ വിളിച്ചില്ല, ഡെലിബറേറ്റ്ലി. അയാൾക്ക് അറിയാം നിങ്ങളെ വിളിക്കാൻ പറ്റും, നിങ്ങളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ഓർമ്മയുണ്ട്, വിളിച്ചില്ല. അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് വല്ലതും നിഷേധിച്ചപ്പോ നിങ്ങൾക്ക് എന്തോ ഒരു പ്രയാസം തോന്നിയല്ലേ? അല്ല, നിങ്ങൾക്ക് കല്യാണല്ലേ? ഫോണിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊഴിയാണ്. മനസ്സിന്റെ ഉള്ളിൽ നീറിപ്പുകയുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ പഞ്ചായത്ത് മുഴുവൻ വിളിച്ചിട്ട് ഇയാളെ മാത്രം വിളിക്കാതിരിക്കാൻ നമ്മുടെ പ്ലാൻ ഉണ്ടാവുക അല്ലേ? തങ്ങൾ എന്താ പറഞ്ഞത്? തുഅ്തി മൻ ഹറമക്. എന്നാ ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ വിളിച്ചിട്ടില്ല, 1ാം സൽക്കാരം നടക്കൂല, എന്നാൽ 2ാം സൽക്കാരം നിങ്ങളെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ. ഒന്ന് പറഞ്ഞു നോക്കി, പുതിയാപ്പിളയും പുതിയണ്ണും വന്നിട്ട് നിങ്ങളെ വീട്ടിൽ സൽക്കാരം കൊടുക്കി. അപ്പോഴേ ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ എന്ന് പറഞ്ഞു കൊടുത്തിലെത്തുള്ളൂ. തിന്മയെ നന്മ കൊണ്ടാണ് നേരിടണം. അങ്ങനെ വന്നാൽ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ, നിങ്ങളും മറ്റാരും തമ്മിലാണോ ശത്രുതയുള്ളത്, കഅന്നഹു വലിയ്യുൻ ഹമീം, ഏറ്റവും നല്ല സുഹൃത്തായ അയാൾ മാറുന്നത് കാണാം. വളരെ സ്വീറ്റ് റിവെഞ്ച്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഇസ്ലാം നമ്മളോട് പറയുന്ന സ്വഭാവം മുഅ്മിനീങ്ങളെ. മൂന്നാമത്തേത് വതഅഫു അമ്മൻ ളലമക, നിന്നെ ആര് ആക്രമിച്ചിട്ടുണ്ടോ അവർക്ക് നീ മാപ്പാക്കി കൊടുക്കുക. ആര് നിങ്ങളോട് ദുൽമ ചെയ്തിട്ടുണ്ടോ, ദുൽമ മാനസികമാകാം, ശാരീരികമാകാം, കുടുംബപരമാകാം, സാമ്പത്തികമായിട്ടാകാം, തഅഫു അമ്മൻ ളലമക, മാപ്പാക്കി കൊടുക്കുക.